അപ്പൊ നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇഫ് എ പ്ലസ് ബി ഈക്വൽ ടു 10 ആൻഡ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു 52 ഫൈൻഡ് എ ബി. അപ്പൊ നമുക്ക് രണ്ട് ഇതുകൾ തന്നിട്ടുണ്ട്, എ പ്ലസ് ബി ഈക്വൽ ടു 10 തന്നിട്ടുണ്ട്, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 52 തന്നിട്ടുണ്ട്. അപ്പൊ എ ബി കണ്ടുപിടിക്കാം. അപ്പൊ ഇത്രയും ഇത് വെച്ചിട്ട് നമുക്ക് ഉള്ള ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഈ ഇക്വേഷനാണ് നമുക്ക് അറിയാവുന്നത്. അപ്പൊ ഇത് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാം. എ പ്ലസ് ബി നമുക്ക് തന്നിട്ടുണ്ട് 10. അപ്പൊ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 സ്ക്വയർ 100. ഇനി എ സ്ക്വയർ 2ab പ്ലസ് ബി സ്ക്വയർ, അതിൽ എ സ്ക്വയറും ബി സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു 52 എന്നുള്ളത് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് 52 എന്ന് എഴുതാം, പ്ലസ് 2ab എഴുതാം. ഇനി നമുക്ക് ആ 52നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ 100 മൈനസ് 52 ഈക്വൽ ടു 2ab എന്ന് കിട്ടി. നമുക്കൊന്ന് തിരിച്ചെഴുതാം. 2ab ഈക്വൽ ടു 100 മൈനസ് 52 എന്ന് പറയുമ്പോൾ 48. അപ്പൊ 2ab എന്ന് പറയുന്നത് 48 കിട്ടി. അപ്പൊ എ ബി എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് ആ 2വിനെ നമുക്ക് അപ്പുറ സൈഡിലേക്ക് ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ 48/2 ഈക്വൽ ടു 24 നമുക്ക് കിട്ടി. അപ്പൊ എ ബി എന്ന് പറയുന്നത് 24 ആണ്. അപ്പൊ നിങ്ങൾ ഇനി അടുത്ത ഒരു കണക്ക് ചെയ്ത് നോക്ക്. എ പ്ലസ് ബി ഈക്വൽ ടു 13, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു 89. ഇനി നിങ്ങൾ എ ബി ഒന്ന് ഫൈൻഡ് ചെയ്തിട്ട് ഉത്തരം കമന്റ് ബോക്സിൽ അറിയിക്കട്ടോ.